ചെറിയൊരു നെക്ക് ടു നെക്ക് പോയിന്റിലാണ് നമുക്ക് ഭരണം നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും പ്രതീക്ഷിച്ചിരുന്നു കൊണ്ട് ഈ കാതലായ സാധാരണക്കാരനെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉയർത്തിക്കാട്ടാൻ ഞങ്ങൾ മുൻനിരയിലുണ്ടാവും. ശക്തമായ പോരാട്ടത്തിലൂടെ കൂടുതൽ എണ്ണം കൗൺസിലർമാർ നേടിയ കോഴിക്കോട് കോർപ്പറേഷനിൽ അതിൻ്റെ പ്രതിപക്ഷ നേതൃസ്ഥാനം മുസ്ലിം ലീഗാണ് നൽകാനാണ് UDFിൻ്റെ ധാരണ. അതിനനുസരിച്ച് മുൻ കൗൺസിലറും മുസ്ലിം ലീഗ് നേതാവുമായ മുഹമ്മദ് ഷമീൽ തങ്ങളാവും പ്രതിപക്ഷ നേതാവായി മാറുക. കോഴിക്കോട് കോർപ്പറേഷനിൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി പ്രതിപക്ഷ നിരയിൽ എണ്ണം കൂടിയൊരു സമയമാണ്. എങ്ങനെയായിരിക്കും ഈ നേതൃസ്ഥാനം ഉപയോഗപ്പെടുത്തുന്നത്? തീർച്ചയായും എണ്ണത്തെക്കാൾ ഉപരി പ്രവർത്തനം കൊണ്ട് ഇത്തവണ ഭരണപക്ഷത്തെ പോലെ തന്നെ പ്രതിപക്ഷത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന ഉത്തമ വിശ്വാസത്തിലാണ് ഞാനുള്ളത്. ഒരു പ്രതിപക്ഷ നേതാവ് എന്നതിനേക്കാൾ ഉപരി നമ്മുടെ കാതലായ കോഴിക്കോട് നഗരം നേരിടുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഇതിനെല്ലാം തിരസ്കരിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഭരണകൂടം ഭരിച്ചു പോകുന്നത്. ഇത്തവണ ഏതായാലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഭരണവർഗത്തിനെ കൊണ്ട് തന്നെ ആ പദ്ധതികളെല്ലാം നടപ്പിലാക്കാൻ വേണ്ടുന്ന എല്ലാ സമ്മർദ്ദവും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതിന് പറ്റിയ ശക്തമായ ടീമാണ് ഇത്തവണ കോഴിക്കോട് കോർപ്പറേഷനിൽ എത്തുന്നത്. സാധാരണഗതിയിൽ കഴിഞ്ഞ വർഷമൊക്കെ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നില്ല, അവരുടെ ഭേദഗതി നിർദ്ദേശം പരിഗണിക്കുന്നില്ല എന്നുള്ളതൊക്കെ ഇത്തവണ അങ്ങനെ വെറുതെ വിട്ടുകൊടുക്കില്ല. തീർച്ചയായും കഴിഞ്ഞ മുൻകാലങ്ങളിൽ ഇതൊരു ഏകപക്ഷീയമായ തീരുമാനങ്ങളാണ് എപ്പോഴും നടക്കാറ്. അതിൻ്റെ പല ദുരന്ത ഫലങ്ങളും ആ ഭരണപക്ഷം ഇപ്പോൾ അനുഭവിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും അവർ തിരുത്തലുകൾക്ക് തയ്യാറായിട്ടില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ വില അവർ കൊടുക്കേണ്ടി വരും. കാരണം ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾ ജനങ്ങൾ അത് അംഗീകരിച്ചു എന്നതിൻ്റെ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം. അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ജനങ്ങളുടെ ഇച്ഛാശക്തി അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ഉയരുന്ന ഒരു ഭരണകൂടം ഉണ്ടാവണം. ചെറിയൊരു നെക്ക് ടു നെക്ക് പോയിന്റിലാണ് നമുക്ക് ഭരണം നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും പ്രതീക്ഷിച്ചിരുന്നു കൊണ്ട് ഈ കാതലായ സാധാരണക്കാരനെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉയർത്തിക്കാട്ടാൻ ഞങ്ങൾ മുൻനിരയിലുണ്ടാവും. അതിൽ പ്രധാനമായും മാലിന്യ സംസ്കരണ വിഷയങ്ങൾ. ഇന്ന് നഗരവാസികൾ നേരിടുന്ന ഏറ്റവും വലിയ വിഷയമൊന്ന് മാലിന്യ പ്രശ്നമാണ്. 2 തെരുവുനായ പ്രശ്നമാണ്. 3 നമ്മളെ പാളയം മാർക്കറ്റ് പോലെയുള്ള ബൃഹത് പദ്ധതികൾ. അതൊക്കെ അവിടെ അത് യഥാസ്ഥാനത്ത് തന്നെ ഏറ്റവും ഭംഗിയായി സ്ഥാപിച്ച് കോഴിക്കോട് കോർപ്പറേഷന് തനത് ഫണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വികസനം നമ്മൾ കൊണ്ടുവരാൻ അതിനുള്ള എല്ലാ ശ്രമവും പ്രതിപക്ഷം ഞങ്ങൾ നടത്തും. പാളയത്ത് പിന്നെ അവിടുത്തെ കടക്കാർ ഇതുവരെയും മാറിയില്ല, കച്ചവടക്കാർ ഇതുവരെയും അങ്ങോട്ട് മാറിയിട്ടില്ല. അപ്പോൾ ആവശ്യത്തിലേക്ക് എങ്ങനെയായിരിക്കും ഇടപെടുക? തീർച്ചയായും അവിടെ ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു അവിടെ ഡൽഹി പാലിക ബസാർ മോഡൽ ഞങ്ങൾ അണ്ടർഗ്രൗണ്ട് മാർക്കറ്റ് അവിടെ കൊണ്ടുവരും. അത് കൊണ്ടുവരാൻ വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും ഞങ്ങൾ സമർപ്പിക്കും. ഇവിടെ കൗൺസിലിൽ ഭരണ പ്രതിപക്ഷ ഭേദം ഇല്ലാതെ ഞങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാവും. അവിടെ ആ മാർക്കറ്റ് കൊണ്ടുവന്ന് മുകളിൽ ബസ് സ്റ്റാൻഡും അതുപോലെ തന്നെ കെട്ടിട സമുച്ചയങ്ങളും വന്നാൽ ഏകദേശം ചുരുങ്ങിയത് 2 കോടിയിലധികം രൂപ തനത് ഫണ്ടിലേക്ക് മാസം കോർപ്പറേഷൻ ലഭിക്കും. അപ്പോൾ അത്രയും വലിയൊരു പദ്ധതി കൊണ്ടുവരുന്നതിന് പകരം ഇത് വിറ്റൊഴിവാക്കാനുള്ള ശ്രമമാണ് കഴിഞ്ഞ ഭരണകൂടം നടത്തിയത്. അതൊരിക്കലും ജനങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വിജയം. എന്തായാലും ഒരു ശക്തമായ പ്രതിപക്ഷ സാന്നിധ്യമായി കോഴിക്കോട് കോർപ്പറേഷനിൽ UDF ടീം ഉണ്ടാവുമെന്ന് തന്നെയാണ് ഷമീൽ തങ്ങൾ പറയുന്നത്. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 കോഴിക്കോട്.